സേതുമാധവൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന മലയാളത്തിൽ ഡയറക്റ്റ് ചെയ്യുന്ന പടം ജ്ഞാനസുന്ദരിയാണ്. സേതുമാധവൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ മലയാളത്തിൽ ജ്ഞാനസുന്ദരിയാണ്. പനി നീർമലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ, നിൽ തളിർമീനു കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ, ചന്തം കുറഞ്ഞിടുമോ. പനി നീർമലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ, നിൻ തളിർമീനു കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ, ചന്തം കുറഞ്ഞിടുമോ. പിന്നെ സത്യഭാമ എന്ന് പറഞ്ഞൊരു തെലുങ്കിൻ്റെ സ്റ്റോറി എടുത്തിട്ട് മലയാളത്തിൽ അത് നിർമ്മിച്ചു. അതിൽ നല്ല ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. സത്യൻ്റെ നസീറുണ്ട്, ഇവരൊക്കെ ഉണ്ട്. സത്യഭാമയിലെ നസീറുണ്ട്. നസീറിന് ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കുന്ന പടം ഈ സത്യഭാമയാണ്. കാരണം ശ്രീശൻ്റെ വേഷമൊക്കെ ഇട്ടാണ് അങ്ങോട്ട് പഠിക്കണമല്ലോ, അങ്ങനെയൊക്കെ. ആ പടം റിലീസായി ആ ഒറ്റ പടത്തിൽ എനിക്ക് 1.5 ലക്ഷം രൂപ നഷ്ടമാണ്. പഴയ കടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക, പലിശ ചെയ്തു. ടാക്സിക്കാരൻ്റെ മീറ്റർ മാറി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ 1.5 ലക്ഷം രൂപ ആ പടത്തിൽ നഷ്ടം. അന്ന് കടത്തിൻ്റെ തുക ഞാൻ പറയാണ്ടിരിക്കാൻ ഭേദം, കാരണം അത്ര ചുമതലയായി. ഞാൻ മദ്രാസിൽ നിന്ന് എന്താ വേണ്ടതെന്ന് എന്തായാലും കേരളത്തിലേക്ക് മടങ്ങി ചുമ്മാ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വരുമ്പോൾ ഈ ഭവൻസ് ഒരു മാസിക, അന്ന് ജേണൽ ഉണ്ടായിരുന്നു, അത് ഞാൻ വായിച്ചു. റെയിൽവേ സ്റ്റേഷൻ അതൊന്ന് വാങ്ങിച്ചപ്പോൾ അതിലൊരു ആൻറ്റിഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 merchants doing the same business. One fellow became rich overnight. The other fellow asked him, what is the secret of your success? ഇയാൾ പറഞ്ഞു, you keep jump when the opportunity comes. മറ്റേ ചോദിച്ചു, how to know that the opportunity is coming? ഇയാൾ പറഞ്ഞു, you keep on jumping. അറിയേണ്ട ആവശ്യമില്ല. ഞാൻ തീരുമാനിച്ചു, I must keep on jumping. How to jump? ആ ഒരു തീരുമാനം. അപ്പോൾ കഴിഞ്ഞ പടത്തിൽ എനിക്ക് 1.5 ലക്ഷം രൂപ നഷ്ടമാണ്. അടുത്ത പടം 1.5 ലക്ഷം രൂപയ്ക്ക് പിടിക്കണം. അടുത്ത പടം 1.5 ലക്ഷം രൂപയ്ക്ക് പിടിക്കണം ഉടനെ. അപ്പോൾ അന്നൊക്കെ പ്രിൻറ്റിന് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്, 3000 രൂപ ഒരു പ്രിൻറ്റിന്. 10 പ്രിൻ്റ് എടുക്കാൻ 30,000 രൂപ. അന്ന് പബ്ലിസിറ്റിക്ക് 20,000 രൂപ മതി കേരളത്തിലേക്ക്. അപ്പോൾ 30, 20, 50,000 രൂപ തള്ളിയാൽ പിന്നെ 1,00,000 രൂപയുടെ പടം എടുക്കാൻ ഈ 1,00,000 രൂപ പടം പിടിക്കണം തീരുമാനിച്ചു. അപ്പോൾ മെറിലിനാണ് മിസ്റ്റർ സുബ്രഹ്മണ്യം മറ്റുള്ളവരൊക്കെ ചോദിച്ചു, തനിക്ക് തലയ്ക്ക് വട്ടാണ്. കഴിഞ്ഞ പടം 4 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം രൂപ പടം പിടിച്ച് താനിപ്പോൾ 1,00,000 രൂപയ്ക്ക് പടം പിടിക്കാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ് വാസു. ഞാൻ പറഞ്ഞു, നടക്കണം. അത് ചെയ്യാൻ എന്നെക്കൊണ്ട് സഹായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ 10-14 വർഷമായി ഇപ്പോൾ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നു. അങ്ങനെ ഒരു 1,00,000 രൂപയ്ക്ക് പടം പിടിക്കണമെന്ന് എന്നെക്കൊണ്ട് സാധിക്കില്ലെങ്കിൽ ഞാൻ ഈ ഇൻഡസ്ട്രി നിൽക്കാൻ അർഹനല്ല, വിടണം. നിൽക്കണമെന്ന് വേണ്ടിയൊന്നും ആ പടം കൊണ്ട് കൂടെ ഞാൻ തീരുമാനിക്കാനായിട്ട്. മാനം തെളിഞ്ഞു മഴക്കാറുമാഞ്ഞു മാമതി ബിംബമണഞ്ഞു മാമക ജീവിതമാകന്തവല്ലി മാമല മേരി ബാബുരാജ് മ്യൂസിക് അങ്ങനെ വന്നു. അങ്ങനെ പറഞ്ഞു, നമുക്കൊരു മ്യൂസിക് ചെയ്യാം. ഇതിന് മുമ്പ് ഞാൻ എടുത്ത പടങ്ങൾക്കെല്ലാം 25 ആർട്ടിസ്റ്റേയും 30 ആർട്ടിസ്റ്റേയും ഒരു പാട്ടിനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എടുക്കാൻ പോകുന്ന പടത്തിൽ 11 പാട്ടുണ്ട്. ഒരു പാട്ടിനും 5 ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ 6 ആർട്ടിസ്റ്റ് ഞാൻ വയ്ക്കുള്ളൂ, അത് മതി എനിക്ക്. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തത വയ്ക്കുക. ഒന്നിൽ ഓക്സിജൻ ആണെങ്കിൽ മറ്റേ വയലിനാണെങ്കിൽ വേറെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാകും, വേറെ ഫ്ലൂട്ട് ഉണ്ടാകും. ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ആർട്ടിസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് മാറുന്നതല്ലാണ്ട് മാക്സിമം 5 അല്ലെങ്കിൽ 6 അതിൽക്കുള്ളിൽ വയ്ക്കില്ല. ചെയ്യാൻ തയ്യാറുണ്ടോ? റീ റെക്കോർഡിങ് താൻ ചെയ്യേണ്ടത്, ഞാൻ ചെയ്തതാണ്. എൻ്റെ കണ്ണിൻ്റെ കെട്ടഴിക്കാൻ ഇനി എത്ര ദിവസം വേണ്ടി വരും? 2-3 ആഴ്ച കൂടി ഒന്ന് ക്ഷമിക്കും. ഞാൻ വരട്ടെ. കാഴ്ച കിട്ടാൻ ഇത്ര തിടുക്കമോ? കണ്ണുള്ളവർക്കത് മനസ്സിലാവുകയില്ല. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൗന്ദര്യഭാവങ്ങളും എന്റെ ഹൃദയത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. എനിക്കതെല്ലാം കണ്ണു നിറയെ ഒന്ന് കാണണം. കാഴ്ച കിട്ടിയാൽ
ആദ്യം എന്ത് കാണും? ഈ ശബ്ദത്തിന്റെ ഉടമസ്ഥയെ. എന്നെയോ? കോങ്ങണ്ണും കോന്തരപ്പല്ലുമുള്ള എന്നെയോ? പക്ഷേ ആ ഹൃദയത്തിന് വേണ്ടതിലേറെ സൗന്ദര്യമുണ്ടെന്ന് എനിക്കറിയാം. അതുപോട്ടെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അത് കഴിഞ്ഞാണ് ഏറ്റവും വലിയ ജോലി. എഴുതിയാലും എഴുതിയാലും തീരാത്ത കവിതകൾ എന്റെ ഹൃദയത്തിൽ ഞാൻ കുറിച്ചിട്ടിരിക്കുകയാണ്. അതെല്ലാം കടലാസിലേക്കൊന്ന് പകർത്തണം. ആ ജോലി ഇപ്പോഴേ തുടങ്ങിക്കൂടെ? എനിക്ക് കണ്ണുകളില്ലല്ലോ. എന്റെ കണ്ണുകൾ ജയന് ഉപയോഗിക്കാമല്ലോ. ശ്രീദേവിക്ക് അതൊരു ബുദ്ധിമുട്ടാവൂലേ? ഒരിക്കലുമില്ല. എനിക്കതൊരു ആശ്വാസവും ആനന്ദവുമാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു, സ്റ്റോറി കൊള്ളാമെന്നുണ്ടെങ്കിൽ 50% സക്സസ് ആകും ഏത് പടം. അന്ന് മുതൽക്ക് പിന്നീട് ഞാൻ നിർമ്മിച്ച 40 പടവും സ്റ്റോറി ആണ് മെയിനായിട്ട് ഞാൻ ബേസ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക്കും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. ബാക്കിയുള്ളതെല്ലാം സൗകര്യം പോലെ ചെയ്തിട്ടുണ്ട്. പനി നീർമലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടും.